പിന്നാന്ന് വെച്ചാ അതിൽ ക്രൈങ്ങോ കണ്ണൂർ കുഞ്ഞു പിള്ളേരെല്ലാം ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയ ഇതാണ് അവസ്ഥ. നീ ഒരു ബിസിനസ് മാനായി മാറിയല്ലടാ കള്ള. നീ നല്ലൊരു ബിസിനസ്സുകാരൻ തന്നെടാ. അല്ലടാ നീ ഇത് നമ്മളെ പിള്ളേർക്ക് പൈസ കൊടുക്കാണ്ടെന്നാട്ടെ. അല്ല ആദിലിന്റെ അല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആദില് സംഭവം ഞാൻ പറഞ്ഞുതരാം. ആദിലിന്റെ ഒരു ഇൻസ്റ്റാ എന്താ പേര്, ഇൻസ്റ്റാ ഫ്ലിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. അതില് നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ബാനോ എന്തോ ഒരു അല്ല ഞാൻ എനിക്കറിയുന്ന വിഷയം ഞാൻ പറയട്ടെ, എന്നിട്ട് അത് തന്നെയാണോ സത്യം നീ ഇപ്പൊ തിരിച്ചു പറ. ഓക്കെ, എനിക്കറിയുന്ന കാര്യം ഞാൻ പറയാം. അതായത് ആദിലും എൻ്റെ പിള്ളേരും കൂടിയിട്ട് തുടങ്ങിയ ഇൻസ്റ്റാ ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ബാനുകൾ ഇതെല്ലാം മാറ്റി കൊടുക്കും, അതിന് പകരം പൈസ വാങ്ങും സെലിബ്രിറ്റികളെ കയ്യിൽ നിന്ന്. എൻ്റെ എല്ലാം കുറേ ഇഷ്യൂസ് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിന്റെ അക്കൗണ്ടിൽ എന്തോ ഒരു ഇഷ്യൂ വന്നു. അപ്പം അതിൻ്റെ കമ്പനി ആ ഇഷ്യൂ മാറ്റി തന്നു. അതിന് പകരം എത്രയോ ഒരു പൈസ നീ കൊടുക്കാണ്ട്, ഒരു സ്റ്റോറിയും പൈസയും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ നീ സ്റ്റോറി മാത്രം ഇട്ട് പൈസ കൊടുത്തില്ല. ഇത്രയും നിനക്കറിയാം. അതിൽ ബാക്കി എന്താ നീ പറ. ഓക്കെ, സ്റ്റോറി ഇട്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനു പൈസ കൊടുക്കണം? ഞാൻ അവരോട് ചോദിച്ചാണ് സ്റ്റോറി വേണോ പൈസ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സ്റ്റോറി ഒതുക്കി തന്നെ ഓക്കെ, അത് അങ്ങനെ വിട്ടു. ഇത് കഴിഞ്ഞവനൊരു 5-6 മാസം കഴിഞ്ഞിട്ട് മറ്റേ വേരിഫൈഡ് ആക്കണോ ഞാൻ പറഞ്ഞ രണ്ടിന്റെ കൂടെ ഒരുമിച്ച് തരണം. അപ്പൊ ഞാൻ പറയണ സ്റ്റോറി ഇതാക്കി വിട്ടാ നീ എന്നോട് പറയുന്നത്. അത് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ വന്ന് എന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചില്ല. ഞാൻ പെട്ടെന്ന് അക്കൗണ്ട് ബാനായി. ഞാൻ പിന്നെ പൈസ ചോദിച്ചില്ല. അപ്പൊ ഞാൻ അക്കൗണ്ട് എടുത്തു കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് അക്കൗണ്ട് ബാനേജ് എടുത്തു കൊടുത്ത്. അപ്പൊ എനിക്ക് സ്റ്റോറി എല്ലാരും സാധാരണ എടുക്കുമ്പോ സ്റ്റോറി ഇട്ടായിരുന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല ഞാൻ അതിലോട് ചോദിക്കട്ടെ. അതായത് നീ ഇവന്റെ വർക്ക് എടുത്തു, എന്നിട്ട് ഇവനോട് നീ പൈസ വേണമെന്ന് പറഞ്ഞോ അതോ സ്റ്റോറി വേണമെന്ന്? ഒന്നും പറഞ്ഞില്ല. ഓന്റെ ഇഷ്ടത്തിന് സ്റ്റോറി കിട്ടും. അപ്പൊ പിന്നെ അല്ല പ്രശ്നമൊന്നുമില്ല. നമ്മള് അങ്ങനല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പൈസന്റെ ഇതൊന്നുമല്ല. ഞാൻ ചോദിച്ചില്ല, കാരണം ചോദിച്ചില്ല. സായിപ്പല്ലേ അതാ സായിപ്പല്ലേ എന്നുള്ള ബന്ധം വെച്ചോ ചോദിച്ചില്ല. പക്ഷെ അപ്പൊ അതിന്റെ തിരിച്ചു നിയാമത കാണിക്കണം എന്നാ എന്റെ അഭിപ്രായം. ഇല്ല സാർ, ഞാൻ സ്റ്റോറി ഇട്ട് എങ്ങനെയാണെന്നറിയോ? എന്റെ മുട്ടയെ അക്കൗണ്ട് തിരിച്ചു കിട്ടി, എന്തെങ്കിലും വർക്കും കാര്യങ്ങളുണ്ട് ഇവന്മാരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവന്മാരെ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങൾ വെച്ചാണ് സ്റ്റോറി ഇട്ട. മനസ്സിലായോ? അല്ല അപ്പൊ അതില് പറയുന്നത് അതില് സ്റ്റോറി വേണ്ടായിരുന്നു, പൈസ മതിയായിരുന്നു എന്നാ ഇവൻ പറയുന്നത്. ഞാൻ സ്റ്റോറി ഇട്ടോ പൈസ വേണ്ടെന്ന് അടിയും പറിച്ചിട്ടോ. നീ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ എനിക്ക് അയച്ചു തന്നെ. മനസ്സിലായോ? അല്ല ഞാനല്ല പൈസ വേണ്ട സ്റ്റോറി ഇട്ടാ മതി പറിച്ചില്ല. അത് എവിടെ ഇങ്ങനെ കാണിച്ചത് പ്രശ്നമില്ല. ഞാൻ കാണിക്കാൻ പറഞ്ഞു പോലെ കേട്ടോ. അതിപ്പോ ഇപ്പൊ എല്ലാരും അക്കൗണ്ട് ബാനായാലും അക്കൗണ്ട് തിരിച്ചിട്ട റീസൺ പറയല്ലോ. അപ്പൊ അതോടെ പുതിയ പ്രശ്നമില്ല, അത് പ്രശ്നമില്ല. അതിൽ പ്രശ്നമില്ല. അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിൽ വെക്കരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് തീർക്കണം. നീ പോലും മറ്റേ BGMI അക്കൗണ്ട് സ്റ്റോറി ഇടുന്നത് മനസ്സിലായോ? എനിക്ക് 25-30 രൂപ പോലും ഞാൻ ഇടത്തില്ല സ്റ്റോറി BGMI അക്കൗണ്ടിലേക്ക്. മനസ്സിലായോ? അതുപോലും ഇടാത്ത ഞാനാണ്. അതല്ലടാ അതായത് ഇവൻ നിന്നോട് സ്റ്റോറി ആവശ്യപ്പെട്ടിട്ടില്ല, ഇവന് പൈസ മതിയായിരുന്നു എന്നാ പറയുന്നത്. മനസ്സിലാവും? ആവശ്യപ്പെട്ടില്ല പിന്നെ ഇവൻ എന്തിനാ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ എനിക്ക് അയച്ചു തരണം? അല്ല ഇവ സ്റ്റോറി ഇടുന്നത്, പിന്നെ സ്റ്റോറി ഇടുമ്പോ അയച്ചു കൊടുക്കണ്ടേ? ഞാൻ കൊണ്ട് പൈസ വേണ്ട സ്റ്റോറി സ്വന്തം ഇഷ്ടപ്രകാരം ഇവൻ വിചാരിച്ചത്. പൈസ വേണ്ട സ്റ്റോറി ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ സായിബ് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു പേയ്മെന്റ് വേണ്ട. പൈസ ചോദിക്കണം. ഞാൻ സായിപ്പ് വേണ്ട അപ്പൊ ചോദിച്ചില്ല. അപ്പൊ ഇവന് പറഞ്ഞു, അല്ല എന്താ സംഭവം സായിപ്പ, ഇവന് സത്യം പറഞ്ഞ സ്റ്റോറിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം ഇവന്റെ ഫ്രണ്ട്സുമായിട്ട് നടത്തുന്ന കാര്യങ്ങളോ ഈ സ്റ്റോർ PUBG സ്റ്റോർ ഇങ്ങനത്തെ കുറെ ബിസിനസിന്റെ സാധനങ്ങളില്ലേ, അതെല്ലാം ഇവന് എന്റെ അക്കൗണ്ടിൽ തന്നെ എടുത്ത് സ്റ്റോറി ഇടലുണ്ട്. അപ്പൊ ഇവന് സാഹിബിന്റെ അക്കൗണ്ടിൽ സ്റ്റോറി ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നീ ഇട്ടപ്പം പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല. അതാണ് സംഭവം. ഞാൻ വേട്ടെ
അല്ല ഓക്കെ അകൈൻ്റെ അടുത്ത് പറഞ്ഞ് എടാ യൂട്യൂബിന്റെ പേയ്മെന്റ് കിട്ടിയില്ല, മാസം അവസാനം യൂട്യൂബിന്റെ പൈസ കിട്ടുക, അപ്പൊ കിട്ടുമ്പോ തരാൻ പറഞ്ഞു. കിട്ടുമ്പോ തരാന്ന് പറഞ്ഞോ? ആ സായിപ്പേ കിട്ടുമ്പോ തരാന്ന് നീ അവനോട് പറഞ്ഞോ? പിന്നെ പറഞ്ഞ ഫസ്റ്റ് 3 തരാം. യൂട്യൂബിന്റെ പൈസ കിട്ടിയെന്നുള്ളത് വേരിഫൈഡ് ആക്കുന്ന ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് വേരിഫൈഡ് ആക്കുന്ന 5000 രൂപ പറഞ്ഞ എടാ മാസം അവസാനമാണ്, എന്റെ പൈസ ഇല്ല, യൂട്യൂബിന്റെ പൈസ വാങ്ങാൻ. എന്നിട്ട് നീ 5 മാസം 6 മാസം കഴിയുമ്പോ ഞാൻ മറ്റേ വേരിഫൈഡ് ആക്കുന്ന കാര്യം പറഞ്ഞപ്പോ നീ എന്നോട് റിപ്ലൈ തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, എനിക്ക് 2ന്റെ കൂടെ പൈസ തരുമോ നീ എന്നോട് ചോദിച്ചു, ഓർമ്മയുണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞു അന്നത്തെ ഇതൊക്കെ ഞാൻ അന്ന് തീർത്ത് സ്റ്റോറി ഇട്ട് വിട്ടേന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടാ? വേരിഫൈഡിന് അല്ല 5 പറഞ്ഞത്, വേരിഫൈഡിന് 15 പറഞ്ഞപ്പോ സായിപ്പ് പറഞ്ഞാ ഇപ്പൊ വേണ്ട കുറച്ച് ഷോർട്ടാന്നാ പറഞ്ഞത്. എന്റെ പൊന്ന് സായിപ്പേ 5000 രൂപക്കും 10,000 രൂപക്ക് അടിയാക്കല്ല കൊടുത്ത ഒഴിവാക്കടാ. അല്ല ഞാൻ കൊടുക്കാം, എടാ കുഴപ്പമില്ല ഞാൻ കൊടുക്കാം സായിപ്പേ. എടാ കുഴപ്പമില്ല, എടാ സായിപ്പേ കുഴപ്പമില്ല ഞാൻ കൊടുത്തോളാം, അത് വിട്. ഇല്ല ഞാനങ്ങനെ സായിപ്പിനെ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിച്ചിനോ? എപ്പെങ്കിലും ഞാൻ ഇടക്കിടക്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചോ? ഇല്ലല്ലോ. ആ എനിക്ക് ഒരു പ്രശ്നമില്ല. എടാ ഞാൻ ചുമ്മാ ഇത് അങ്ങനെ ഒരു സംഭവം എടാ സംഭവം തന്നെ സായിപ്പേ, ഞാൻ വെറുതെ നിന്നൊന്ന് ചൂടാക്കാൻ ചേച്ചിട്ട് എടുത്ത് ഇട്ടതാ വിഷയം. വലിയ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ല. ഞാൻ അതില് സ്റ്റോറി ഇട്ട് കൊടുത്തു വിട്ടു, മനസ്സിലായ? അത്രേ ഉള്ളൂ. അവിടെ അത് കഴിഞ്ഞില്ല. ഇവൻ അന്ന് എന്നോട് പൈസയുടെ കാര്യം പറയാൻ അന്ന് ക്ലിയർ ചെയ്ത് വിട്ടേന്, മനസ്സിലായോ? അന്ന് ഇവൻ എന്നോട് പറയുന്നു അന്ന് എന്റെ അടുത്ത് സായിപ്പ സ്റ്റോറി ഇടണ്ട, പൈസ തന്നാ മതി. അന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞു, മനസ്സിലായോ? അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് അവൻ പറയുന്നത്. അത് പോട്ടെ, എന്തേലും വേട്ടെ, കുഴപ്പമില്ല, വിട്. അമ്മ അവൻ അന്ന് പറയായിരുന്നല്ലോ അത്. ഞാൻ സ്റ്റോറി ഇടാൻ നേരത്തെ ഞാൻ സ്റ്റോറി ഇടാൻ നേരത്തെ ഇവനെ പറയാറുണ്ട്. അനക്ക് പ്രശ്നമില്ല സായിപ്പേ, സാറില്ല. തുപ്പി തോക്കുമെന്ന് കണ്ടപ്പോൾ വിഷയം മാറ്റി ഇതാക്കുന്ന അങ്ങനെ അല്ലട്ടാ. എടാ സായിപ്പ് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ജസ്റ്റ് ഒരു കോമഡിക്ക് വിഷയം ഞാൻ എടുത്ത് ഇട്ടെന്നുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ വിഷയം മാറ്റിയൊന്നല്ല കേട്ടോ. 18-ാം തീയതി രാത്രി 11 മണി. പവറുണ്ട് പവർ ഞാൻ കേറ്റും. 18-ാം തീയതി കൺഫേം. ഓക്കെ എടാ ക്ലാസിക് കളിക്കുന്ന ഓക്കെ എന്ത് മാസം കേട്ടില്ല, എന്ത് ഓർമ്മയിലിരുന്നോന്ന്? 2 ലക്ഷം രൂപ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, മനസ്സിലായ? ബെറ്റ്. ഓക്കെ ശരിയാടാ, ശരി. എന്തായാലും സായിപ്പേ ജയിക്കും. എനക്ക് അത്രയും ഉറപ്പുണ്ട്. ഞാനിത് ബെറ്റ് വെച്ചിട്ട് വെറുതെ അസ്സലാമലൈക്കും എന്തല്ല സായിപ്പ് ചാറ്റ് ഇഷ്യൂ അല്ലാണേ. അതെന്തുകൊണ്ട് സായിപ്പില് എപ്പോ ഇപ്പഴോ? നീ എപ്പ ഇതിനോടക്ക് ലൈവ് ഉണ്ട്? എന്തായോ എന്നിട്ടാന്ന് ഞാൻ കണ്ടോട്ടെ. അതെ ഇതല്ലേ ഫൈനലി ന്യൂ ഇവന്റ് ഹിയർ, ഇതല്ലേ ഈ ലൈവ് അല്ലേ? എന്നാ ശരി, നീ വിളിച്ചാൽ മതി. 18-ാം തീയതി കാണാം. എന്തേലും പവർ കയറുവാണെങ്കിൽ ബെറ്റ് വല്ല വെക്കുക കേട്ടാ. നീ കേട്ടോ ചെയ്യുന്ന ഈ 5000 രൂപയുടെ എടുത്ത് ഞാൻ എന്നത്ര കാണുന്നത്. അവൻ എന്നോ ചെയ്ത കാര്യത്തിന് എന്നോ വന്ന് പൈസ ചോദിക്കണം. അത് ഞാൻ സ്റ്റോറി ഇട്ട് വിട്ടാണ്, മനസ്സിലായോ? അതിനെ കുറിച്ച് നീ തന്നെ സംസാരിക്കും. അത് ഇതിൽ ഞാനില്ല, നീയും സായിപ്പും തമ്മിലാണ്. അത് നിങ്ങൾ സംസാരിക്കണം. ഒരു പ്രശ്നമില്ല, നീ എങ്ങനെയല്ല എന്നോട് പറഞ്ഞത്? അങ്ങനെ എന്നോടല്ലല്ലോ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ പ്രശ്നമാക്കണമെന്ന് ഒരു ഇതുമില്ല, താല്പര്യമില്ല. പ്രശ്നമാക്കുന്നില്ല, നമ്മള് നോർമലി ചോദിച്ചാലേ. വർക്ക് നമുക്ക് ചെയ്തു തന്നു. അപ്പൊ അവനൊരു ഈ രീതിയിൽ വിട്ടാണ്. എടാ എന്തെങ്കിലും വർക്ക് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അന്നത്തെ സ്റ്റോറി ഞാൻ നോക്കട്ടെ എങ്ങനെ ഇട്ടാ ഞാൻ എന്ത് പറഞ്ഞുതരാം. അങ്ങനെ വിട്ടാണ്, മനസ്സിലായി? അപ്പൊ നമ്മളൊരു പൈസ കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് ആണ് സ്റ്റോറി വ്യൂസ് വരുന്നത്. പിന്നെ ഞാൻ വർക്കിന്റെ ഇത് കൊടുക്കണം, പൈസ കൊടുക്കണം, അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞാൻ നോക്കട്ടെ എന്നാ സ്റ്റോറി ഇട്ടെന്നൊക്കെ നോക്കട്ടെ. അവൻ ഇതിനകത്തുണ്ട് എന്നാന്നുള്ളത് ഞാൻ അന്നത്തെ ഇരുന്നോ. അതിൽ ചീപ്പ് എന്ന് പറയാം. ഞാൻ പറയട്ടെ, ഇതിൽ രണ്ടാളെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ ആദിൽ ചീപ്പ് എന്ന് പറഞ്ഞാൽ ആദിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ചെക്കനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇത് വേണം, മനസ്സിലാവും? അത് ഇവനും സായിപ്പും തമ്മിലുള്ള ഞാൻ പറയുന്നത് വെച്ചാൽ ആരും ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ആദിൽ ഈ വർക്ക് ഇവൻ്റെ നിന്ന് ഏറ്റെടുത്തു സായിപ്പിൻ്റെ നിന്ന്. സായിപ്പ് അതിനോട് ചോദിക്കാണ്ട് സ്റ്റോറി ഇട്ടു. അതായത് സ്റ്റോറി ആയിട്ടും പൈസ ആയിട്ടോ സായിപ്പിന് അത് പേ ചെയ്ത് തീർക്കാം. പക്ഷെ അതിൽ പൈസ വേണമെന്നാണ് പറഞ്ഞത്, സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലാവും? അപ്പം
സായിപ്പ് ഇവനോട് ചോദിക്കാണ്ട് സ്റ്റോറി ഇട്ട് തീർത്തേന് ഇവനെന്ത് ചെയ്യാനാടാ? അത് അങ്ങനെ പറയാൻ പറ്റില്ല, മനസ്സിലാവും. എന്നിട്ട് എന്തായത്? ഞാൻ ഒന്നും ചോദിച്ചൊന്നുമില്ല കുറെ നാള്. ഇപ്പൊ എന്തായി അവന്റെ അക്കൗണ്ട്? പാസ്വേഡ് ലീക്ക്, ഇൻസ്റ്റാ പാസ്വേഡ്. ഇവൻ നിന്റെ ചാറ്റ് കാണിക്കാൻ നോക്കുമ്പോ ഇൻസ്റ്റാ പാസ്വേഡ് ഉണ്ടോ? ഇല്ല, അത് ചെയ്യുന്നില്ല. വെരിഫൈഡ് അല്ലേ? വെരിഫൈഡ് ആക്കാൻ പറഞ്ഞോട്, പിന്നെ ആക്കിയില്ല. 52 മിനിറ്റ് തെറിയോ? ഇതെന്താ കുറേ ആള് 50 മിനിറ്റ്. ഇത് കഴിഞ്ഞിട്ട് നോക്കാം, ഇത് കഴിഞ്ഞിട്ട് നോക്കാം. എടാ സംഭവം സ്റ്റോറി ഇട്ടു, പക്ഷെ അതിൽ ആവശ്യപ്പെടാത്ത എന്തോരം വർക്ക് കിട്ടി കാണും. പിന്നെ ഈ ഊമ്പിത്തരം എൻ്റെ അടുത്ത് വന്ന് പോയിക്കണം. ഊമ്പിത്തരം എന്നെല്ലാം പറയുന്നത്. എടാ മുത്തേ, ഞാനൊരു കാരണം പറ്റേ, ഇതിന്റെ അല്ല ഇത് ഞാൻ പ്രോപ്പർ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തായിരുന്നു അന്നത്തെ പ്രശ്നം? സാഹിബിന്റെ അക്കൗണ്ടിന് പറ്റിയ പ്രശ്നം സാഹിബിന്റെ അക്കൗണ്ട് ഒരു ദിവസം ബാനായി. അത് തിരിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ കമ്പനീനെ ഏൽപ്പിച്ചു. അതിന് ഒരു പേയ്മെന്റ് ഉണ്ട്. ഓക്കെ, നോർമലി മേടിക്കുന്നത് 70K. പുറത്ത് ഞാൻ വിട്ടു പറഞ്ഞു, പുറത്ത് ഏണെങ്കിലും 5000 റുപ്യ വെച്ചാൽ ഒരാളും ചെയ്യില്ല. ഒരു അക്കൗണ്ട് എടുക്കാൻ 2 ലക്ഷം. നിന്റെ അന്ന് പോയപ്പോ എത്ര? 1.5 lakh അല്ലേ? എന്റെ അന്ന് ഒരു ബാന് മാറ്റാൻ വേണ്ടി 1.5 ലക്ഷം റുപ്യ പോയത്. ഇവന്റെ ടോട്ടൽ ശരിക്കും മേടിക്കുന്നത് 2-3 മേടിക്കാം. പുറത്ത് അങ്ങനെ മേടിക്കാം. അല്ല, എന്നാലും ഇവന്റെ ആ വർക്കിന് എത്ര ഉണ്ടാവും? ഉറപ്പായിട്ട് 1 lakhന്റെ മേലുണ്ട്. അപ്പൊ 70 70. ഞാൻ ഇവന്റെ പൈസ പറഞ്ഞില്ല. എന്റെ ഇവന് പൈസ കുറെ പ്രശ്നം. ഏറ്റവും കുറഞ്ഞത് എടുക്കാൻ 60-70. അതിന്റെ ഒരാൾ എടുത്തു കൊടുക്കൂല, കിട്ടുകയും ചെയ്യില്ല. അതായത് 60,000-70,000 കോസ്റ്റ് വരുന്ന വർക്ക് സാഹിബിന് ചെയ്തു കൊടുത്തു. അതിന്റെ പൈസ എത്ര ആണെന്ന് നീ പറഞ്ഞത്? 5,000 റുപ്യക്ക് ആ വർക്ക്. അത് എനിക്കല്ല, വർക്ക് ചെയ്ത വർക്കേഴ്സിന്റെ എമൗണ്ട് മാത്രം. ഒന്നും എനിക്ക് എടുക്കാണ്ട് വർക്ക് ചെയ്യാൻ ഒരു എമൗണ്ട് ആവുമല്ലോ. വാട്ടവർ ഞാൻ പറയുന്നത്, വർക്ക് ചെയ്ത പൈസ കൊടുക്കാണ്ടായിരുന്നു. അതിന് പകരമായിട്ട് സായിപ്പ് സ്റ്റോറി ഇട്ട് കൊടുത്തു. അത് നല്ല കാര്യം. സായിപ്പ് ചെയ്തത് പ്രോപ്പറായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ സ്റ്റോറി ഇടണോ വേണ്ടയോ എന്ന് ഇവനോട് ചോദിക്കായിരുന്നു, മനസ്സിലായി. കാരണം ഇവന് ഓൾറെഡി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് സായിപ്പിനെക്കാളും നല്ലൊരു മീൻസ് നല്ലതല്ല, സായിപ്പിന്റെ പോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആളായ ഞാൻ ഉണ്ട്, മനസ്സിലാവും. ഇവന്റെ ആവശ്യത്തിനുള്ള സ്റ്റോറികൾ ഇതുമെല്ലാം ഇപ്പം ഇവന്റെ പാർട്ട്ണർഷിപ്പുള്ള അല്ലെങ്കിൽ ഇവന്റെ ഫ്രണ്ട്സിന്റെ ആയാലും ഈ PUBG സ്റ്റോറുകൾ, ഇങ്ങനത്തെ ബിസിനസ് സാധനങ്ങൾ ഇതെല്ലാം എൻ്റെ ആണ് സ്റ്റോറി ഇടുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഓൾറെഡി അങ്ങനെ സ്റ്റോറി ഇടാനൊരു സ്ഥലമുള്ള സ്ഥിതിക്ക് എന്തിന് സായിപ്പിന്റെ സ്റ്റോറി ഇവന് എന്തിനു ആവശ്യം? അതിന്റെ ആവശ്യമില്ല ഇവന്, അല്ല അതിന്റെ ആവശ്യമില്ല. അപ്പോൾ സായിപ്പ് ഇവിടെ വന്ന പ്രശ്നം എന്ന് വെച്ചാൽ സായിപ്പ് ചോദിച്ചില്ല. സായിപ്പ് എടാ മോനെ, നിങ്ങൾക്ക് പൈസക്ക് പകരം സ്റ്റോറി ഇട്ടത് തന്നാൽ മതിയോ എന്ന് സായിപ്പ് ചോദിക്കായിരുന്നു. അപ്പം ഇവൻ സംസാരിക്കായിരുന്നു. ചോദിക്കാണ്ട് നേരെ സ്റ്റോറി ഇട്ട അവിടെയാണ് പ്രശ്നം വന്നുള്ളൂ. അതിപ്പോൾ രണ്ടാളെയും ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല. ഓക്കെ, ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഇവനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ വേറൊരു പാർട്ട്ണറുണ്ട്, ഇവരിരുന്ന് സംസാരിക്കുന്ന കണ്ടു ഇങ്ങനെ. അപ്പോൾ പിള്ളേരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സായിപ്പ് പൈസ തന്നില്ല, പൈസ തരാണ്ട് അതൊന്ന് തൊപ്പിയൊന്ന് ചോദിച്ച് മേടിച്ചു തരുമോ അങ്ങനെ എന്നോട് ചോദിച്ചു, മനസ്സിലാവും. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കോൾ ചെയ്ത സ്ഥിതിക്ക് വെറുതെ അതിൻ്റെ കാര്യം എടുത്ത് ഇട്ടുന്നുള്ളൂ. അല്ലാണ്ട് അത് വേണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഞാൻ കാര്യമില്ല, ആ പൈസ വേണമെങ്കിൽ ഞാൻ കൊടുത്ത് ഇതിന് ഞാൻ കൊടുത്തോളാം, മനസ്സിലാവും. അങ്ങനെ ഇതാക്കട്ടെ, പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാരോ അങ്ങനത്തെ ഒന്നല്ല. ജസ്റ്റ് ആ വിഷയം എടുത്ത് ഇട്ടപ്പോൾ പിന്നെ സംസാരിച്ചത് അടുത്തിപ്പോയതാ. ഞാൻ വിഷയം എടുത്ത് ഇടരുതായിരുന്നു. അത് ഞാൻ മറന്നുപോയി. ഇത് അത്രയും സെൻസിറ്റീവ് സംഭവം ഞാൻ, അല്ലെങ്കിൽ സാഹിബിന് കേട്ടാവുന്ന സംഭവം ഞാൻ ചിന്തിച്ചില്ല, മനസ്സിലാവും. ഞാൻ ഇതൊരു ചെറിയ പൈസൻ്റെ ഒരു ചെറിയ കേസ്, മനസ്സിലാവും. ചില്ലറ കേസ് തമാശ എന്നുള്ള ലെവലിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്റെ സ്റ്റോറിയിൽ എത്ര വർക്ക് കിട്ടി കാണും. നമുക്ക് തന്നെ എത്രയോ മെസ്സേജ് വന്നിട്ടുണ്ടെന്നറിയോ? അപ്പൊ ആലോചിച്ച് സ്റ്റോറി ഇട്ടേന് അത് നമുക്ക് പൈസ തരണമല്ലെങ്കിൽ, മനസ്സിലായ? സ്റ്റോറി ഓക്കെ, നമുക്ക് ഞാൻ സ്റ്റോറി ഇട്ടേന് അവന്മാരെ എനിക്ക് ഞാൻ ഒരു സ്റ്റോറിക്ക് മേടിക്കുന്നത് 5,000 രൂപ, അല്ല 10,000 രൂപ. അന്നത്തെ ഒരു 2 ലക്ഷം വ്യൂസ് അല്ലേ, 10,000 രൂപ ഞാൻ സ്റ്റോറിക്ക് മേടിക്കുന്നു. അവന്റെ വർക്കിന്റെ പൈസ 5,000 രൂപ. ഞാൻ 5,000 രൂപ അവന്മാർ കൊടുക്കും. അവന്മാർ സ്റ്റോറി ആണെന്ന് ഇവൻ പറഞ്ഞില്ലല്ലോടാ. അതല്ലേ ആടെ പോട്ടെ എന്തേലും ആട്ടെ, നമ്മളങ്ങനെ ഇതാക്കി ബാഡാക്കാൻ നിൽക്കണം. മനസ്സിലായ? നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനൊരു സ്റ്റോറി പ്രൊമോഷൻ ചെയ്യുന്നത്, ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് പ്രൊമോഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് BGMI. കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം BGMI ഇതാണ്, മനസ്സിലായ? BGMI കാണുന്ന ആൾക്കാരാണ്. തന്നായിരുന്നു 5,000 രൂപയ്ക്ക് ഞാൻ കണ്ണാക്കുണ്ടാണെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? അത് കഴിഞ്ഞ് ഒരു ദിവസം വന്നത്, അത് കഴിഞ്ഞ് അതിന്റെ മെസ്സേജ് കാണില്ല, അത് കഴിഞ്ഞ് വെരിഫൈഡ് ആക്കും. അത് കട്ട് ചെയ്ത് അവിടെ പാസ്വേഡ് ആണെന്ന്. അല്ല, കട്ട് ചെയ്തല്ല. ഇപ്പം ലേവോനെ ഇപ്പം പ്രൈവറ്റ് ആക്കി, മനസ്സിലായോ? ബാക്കി കാണാൻ പറ്റില്ല.
ഇപ്പൊ പറയും എന്തെല്ലാം ഇഷ്യൂ ആണല്ലേ. ചിലപ്പോ നമ്മള് കാണുന്ന കണ്ടിട്ട് പ്രൈവറ്റ് ആക്കിയായിരിക്കും പാവം. അതോ ഇത് കഴിഞ്ഞ പാസ്വേഡ് ഇത് കാണുന്നുണ്ടോ? ശരിക്കും പാസ്വേഡ് കാണുന്നുണ്ടോ? ഇല്ല, പാസ്വേഡ് അങ്ങനെ കട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ടൈം എടുക്കും പ്രോസസ്. പക്ഷെ അത് എടുക്കുന്നവരെ പബ്ലിക് ആയിരിക്കും. ആദ്യമായിട്ടല്ലേ എല്ലാം കിട്ടുന്നത്. അതിന്റെ ഫസ്റ്റ് അല്ല ഇത് ആദിലിന്റെ അല്ലല്ല. ആദിലിനെ എല്ല് പറയരുത് ഗൈസ്. ഇത് ഞാൻ ഓർമ്മയില്ലാണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ഞാനൊരു മനസ്സിലായോ, ഇതൊരു അങ്ങനത്തെ ഇഷ്യൂലേക്ക് പോകുന്നുള്ളൊരു സാധനം. ഞാൻ ചിരിച്ചോണ്ട് ആ ഒരു കോമഡി ലെവലിലാന്ന് ഞാൻ സംസാരിക്കുന്നത്. 5000 10,000 എന്ന് പറഞ്ഞാൽ ചില്ലറ കേസാന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സായിപ്പ് കൊടുത്തില്ല ഞാൻ കൊടുക്കും, മനസ്സിലായി. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. പൈസക്ക് കൊണ്ട് ഓരോ ബുദ്ധിമുട്ടിക്കാനും അങ്ങനത്തെ ഇതൊന്നും അല്ലട്ടോ. ഞാൻ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സംഭവം എന്തെങ്കിലും സംസാരിക്കാൻ വിഷയമാണ് വെച്ചാൽ ഇങ്ങനെ ഇതാക്കിയതാ. അതിലെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അതിലെ മുഖം കണ്ടപ്പോൾ എടുത്തിട്ടതാ, മനസ്സിലാവും. അല്ലാണ്ട് ഇത് സംഭവം എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ ലൈവിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുതായിരുന്നു. അതാ പിന്നെ ഓൻ തിരിച്ച് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായി. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇപ്പം ഇത്രയും സംസാരിച്ചത്. എന്താ മുമ്പിത്തരം എന്നെല്ലാം പറയുന്നത്, അതായത് ചെയ്ത വർക്കിൻ്റെ ചോദിക്കും മുമ്പിത്തരം എന്ന് പറയുന്നത് അതെന്തോ എനിക്ക് നല്ലതിന് തോന്നിയില്ല. വാട്ടവർ പോട്ടെ, എന്തേലും പോട്ടെ. ഗൈസ്, ഐ വുഡ് ലൈക്ക് ടു ക്ലിയർ സംതിങ് അപ്പ്. ഓക്കെ, ആദിൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിച്ചക്കനാണ്. ഇവന് സംസാരിക്കാൻ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പം സായിപ്പ് നമ്മൾ കോൺഫറൻസ് കോളായിരുന്നു. ഓക്കെ, കുടിച്ചോ, കോൺഫറൻസ് കോളായിരുന്നു. അതായത് ആദിൽ കുഞ്ഞിച്ചക്കൻ, ആദിലിൻ്റെ പണ്ടത്തെ ഒരു പാർട്ട്ണർ ഉണ്ട് നിക്സ് എന്ന് പറഞ്ഞിട്ട്, ആ ചെക്കന്, പിന്നെ സായിപ്പ്, പിന്നെ ഞാൻ, നമ്മൾ നാലാൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ഓക്കെ, അതായത് സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് എന്തായിരുന്നു ഈ സംഭവം. സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലൈവിൽ സംസാരിക്കരുതായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം ആ സമയത്ത് സായിപ്പിൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആദിൽ ആ സമയത്ത് സായിപ്പിനോട് പൈസ ചോദിച്ചില്ല. ഇവനൊരു കുഞ്ഞു ചെക്കനായിക്കൊണ്ട് ഇവന് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടും ആ സമയത്ത് സായിപ്പിനോട് പൈസ ചോദിച്ചില്ല. ഓൻ അറിഞ്ഞ് തരുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ നിന്നു. അത് ആടെയാണ് പ്രശ്നമായത്, മനസ്സിലായി. ആടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. പിന്നെ അവരുടെ ഇതൊരു ബിസിനസ്സാണ്, കാര്യങ്ങൾ ബിസിനസ് പരമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള മീൻസ് ഈ എന്താ പറയുക, ഒരാളെ പുറത്തുനിന്ന് ഒരാൾക്ക് ഈ സംഭവം ചെയ്ത് കൊടുക്കുന്നത്, ഈ ബാൻഡ് അൺബാൻഡ് സാധനം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല എമൗണ്ട് വാങ്ങാം. പക്ഷെ ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5000-10,000 രൂപയേ ഉള്ളൂ. ഓക്കെ, പിന്നെ പുറത്തുനിന്ന് ഒരാളോട് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനോട് ഇത് റേറ്റ് പറയുമ്പോൾ പൊതുവേ റേറ്റ് 50,000, 60,000, 70,000 പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു റേറ്റ് അതിൽ സായിപ്പിനോട് വാങ്ങരുതായിരുന്നു. അത് അതിൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനത്തെ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അത്രയും എമൗണ്ട് പറയരുതായിരുന്നു. അത് മിസ്റ്റേക്ക്. ഓക്കെ, പിന്നെന്ന് വെച്ചാ അതിൽ ക്രൈയിങ്ങോ കണ്ണൂർ ഇതാ ഈ കുഞ്ഞു പിള്ളേരെല്ലാം ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയ ഇതാണ് അവസ്ഥ. ഈ മുട്ടേന്ന് ബിരിയാണി ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നത് ലോട്ട ജംബോ സർക്കസ് അതിനെ കൊണ്ടുപോയി അപ്പുറത്താരം കൊണ്ടോ അവിടെ പോയിരുന്നേ. എടാ ഞാൻ പറയട്ടെ, സായിപ്പിന്റെ ഭാഗത്തോ അതിന്റെ ഭാഗത്തോ ഇതിൽ മിസ്റ്റേക്ക് ഇല്ല, മനസ്സിലാവും. അതായത് സായിപ്പിന്റെ കയ്യിൽ ആ ടൈം പൈസ ഇല്ലാത്തതുകൊണ്ട് അതിൽ പിന്നെ പോട്ടേം ചോദിച്ച് സായിപ്പ് തരുന്നുണ്ടെങ്കിൽ തന്നോട്ടേം ചോദിച്ചിട്ട് ഇങ്ങനെ നിന്നതാ, മനസ്സിലാവും. പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജസ്റ്റ് ചോദിച്ചു, അത്രയേ ഉള്ളൂ. പൈസ വേണം ആർക്കും നിർബന്ധമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ കോസ്റ്റ് നിക്സിനോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 5000, 10,000 അങ്ങനെ വളരെ കുറച്ചേ വരും. പിന്നെ ബിസിനസ് പരമായിട്ട് ആൾക്കാരോട് റേറ്റ് പറയുമ്പോൾ 60,000, 70,000 അതങ്ങനെ പൊതുവെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ സായിപ്പിനോട് അങ്ങനെ ഒരു റേറ്റ് പറയരുതായിരുന്നു, അതാണ്. പിന്നെ അങ്ങനെ ആയി, അത് വിട്, എന്ത് ചെയ്യാനാ. അല്ല അതിലെ മിസ്റ്റേക്ക് അല്ലടാ, ആ ചെക്കൻ വെറുതെ കാര്യം അവിടെ പോയിട്ട് മുകളിലേക്ക് പോയാ മൊത്തത്തിലൊരു ഇങ്ങനെയാണല്ലോ. എടാ വിടടാ, അത് വിട് അതില പോട്ടാ. അതിന് പോയി നോക്കിയ പ്രശ്നം ഉണ്ടാക്കിയ തൊപ്പിയാണ്, എന്തോ ആയിക്കോട്ടെ ലൈവിൽ പറയേണ്ടത്. കാര്യം ഇത് എൻ്റെ മിസ്റ്റേക്കാണ് ലൊട്ട. ഇത് ഞാൻ അറിയണം, എൻ്റെ സത്യം ഞാൻ പറയാം. സായിപ്പിനൊന്നും ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇത് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ കാര്യം പറയാല, ഇവര് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത പോലെയൊന്നും ഉണ്ടാവുക, കാര്യം പറയാല. ക്രിസ്ത്യാനോ ഗോൾ അടിച്ച് അതിലല്ലേ എല്ലാരും അതിലല്ലേ പറയുന്നു. പോട്ടെ,
എന്തായാലും ആവട്ടെ. ഇനിയിപ്പോൾ ലൈവ് ചെയ്യാനുള്ള മൂഡ്